ഞാനിപ്പം സത്യം പറഞ്ഞാൽ ആ ഒരു മാനസികാവസ്ഥയിലല്ല. സത്യമായിട്ടും ഒരു കൂട്ട് വേണമെന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങി. അതില്ലെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഒറ്റയ്ക്ക് മടുത്തടേ, ഒറ്റയ്ക്ക് തുഴയാൻ വയ്യ. പക്ഷെ ഞാൻ ഉടനെ കല്യാണം കഴിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. വേറൊരു കമൻറ്റ് കൂടെ വന്നു, അങ്ങനെ ഒരാൾ വന്നാൽ ചേച്ചിക്ക് ഇപ്പം കിട്ടുന്ന ഫ്രീഡം കിട്ടത്തില്ല എന്നുള്ള കമൻറ്റ് കൂടെ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്കറിയാം. ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പം സുധിച്ചേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് വീട്ടിൽ ഇരുന്നാൽ മതി, സുധിച്ചേട്ടൻ ജോലി ചെയ്ത് കൊണ്ടുവരുമായിരുന്നു, മനസ്സിലായോ? അല്ലാതെ ഞാൻ ഈ സെലിബ്രിറ്റി ആകാൻ വേണ്ടിയിട്ട് വന്ന ഒരാളല്ല. ഒരു ഒഴുക്കിനനുസരിച്ച് ഞാൻ എന്തും പറയുന്നത്, അത് ഒഴുക്കിനനുസരിച്ച് വന്നതാണ്. എന്തായാലും സുധിച്ചേട്ടൻ്റെ അനുഗ്രഹം എൻ്റെ കൂടെ തന്നെ ഉണ്ട്. സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ജോലിക്ക് പോകേണ്ട കാര്യമില്ല, വീട്ടിൽ ഇരുന്നേനെ. അപ്പോൾ ഏട്ടൻ്റെ അകാല വിയോഗത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാൻ നിന്നപ്പോഴാണ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരുന്നത് ഈ ഒരു അവസരം. അപ്പോൾ കുഞ്ഞിലെ തൊട്ടേ ഞാൻ ഡാൻസും പാട്ടും ചെറിയ ചെറിയ അഭിനയമൊക്കെ ആയിട്ട് നിൽക്കുന്നൊരു കുട്ടിയായിരുന്നു ഞാൻ. അതായിരുന്നു, അത് നിങ്ങൾക്കാർക്കും അല്ലെങ്കിൽ പുറമേ ഉള്ളവർക്കാർക്കും അറിയത്തില്ല. അപ്പം അത് കുറേ നാൾ ഉറങ്ങിക്കിടന്നു. അത് കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ വലിയ അഭിനേതാവെന്നൊന്നും അല്ല പറയുന്നത്, ചെറിയൊരു പഠിച്ചു വരുന്ന ഒരാളാണ്. ചെറിയ ചെറിയ ആൽബങ്ങൾ, സിനിമ ഇതൊക്കെ ചെയ്ത് പിന്നെ ദൈവം സഹായിച്ച് ഒരുപാട് ഇനോഗ്രേഷൻസുകൾ കിട്ടി, സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട്. ചേച്ചി ഇപ്പോൾ സുധിച്ചേട്ടൻ്റെ മരണത്തിന് ശേഷം 2 മക്കളെയും ഒറ്റയ്ക്ക് വളർത്തി ഇപ്പോൾ കൊണ്ടുവരുന്ന ഒരാളാണ് ചേച്ചി. ഈ വനിതാ ദിനത്തിൽ ചേച്ചിക്ക് എന്താണ് അവരോട് പറഞ്ഞു കൊടുക്കാനുള്ളത്? സ്ത്രീകളോടും ഒറ്റയ്ക്ക് താമസിക്കും. സത്യം പറഞ്ഞാൽ വനിതകൾ എന്ന് പറഞ്ഞാൽ അമ്മയാണ്. വനിത അല്ലെങ്കിൽ സ്ത്രീ അമ്മയാണ് അല്ലേ? നമുക്ക് അമ്മ എന്ന് പറയുന്നൊരു സത്യം നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ വിളക്കാണ്. അപ്പം നമ്മൾ മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുക. പിന്നെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് അനുഭവിക്കുന്നവരാണ്. ഒരുപാട് കണ്ണുകളിലൂടെ അവരെ കാണുന്നു മറ്റുള്ളവർ. പക്ഷെ അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ അനുഭവം നിങ്ങൾക്ക് ഈ പുറമേ നിന്ന് കാണുന്നവർക്കൊന്നും മനസ്സിലാകത്തില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾ സ്ത്രീകളെ ബഹുമാനിക്കുക. അവർ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളാണെങ്കിൽ അവർ ഈ നെഗറ്റീവ്സും ഈ പ്രശ്നങ്ങളും ഒന്നും തളർത്താതെ അവർ മുന്നോട്ട് പോകാറ്, ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുക. അവർ ഒരിക്കലും തളർന്നു പോകരുതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ വനിതാ ദിനത്തിൽ നിങ്ങൾ ഒരിക്കലും തളരരുത്. നിങ്ങളെ ചിലപ്പോൾ തളർത്താൻ ഒരുപാട് പേര് കാണുന്നത്, ചിലപ്പം വിധവകളായിട്ടുള്ള സ്ത്രീകളായിരിക്കും, സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ത്രീകളായിരിക്കും, ഡിവോഴ്സ് ആയിട്ടുള്ള സ്ത്രീകളായിരിക്കും. ഇവരെയൊക്കെ തളർത്താൻ ഒരുപാട് പേര് കാണും. പക്ഷേ ഇതിൽ നിന്നും നിങ്ങൾ തളരാതെ മുന്നോട്ട് തന്നെ പോകാം. മുന്നോട്ട് പോയാൽ നിങ്ങൾക്കൊരു ലക്ഷ്യസ്ഥാനം എത്തും. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചേർത്ത് പിടിക്കുക, മുന്നോട്ട് പോകാൻ എന്തായാലും ദൈവം നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം ദാസേട്ടനുമായിട്ട് ഈ ഇടയ്ക്ക് നടന്നൊരു ആൽബത്തിൽ പല രീതിയിലും പലരും പല കമൻറ്റുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒഴുകിച്ചേർന്നോ ഓവറായിട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ. അങ്ങനെ പറയുന്നവരോട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? അഭിനയമായിട്ട് തന്നെ കാണുക. ഓവറായിട്ട് ഒഴുകി ചേർന്ന് ചെയ്ത ആൾക്കാർ വരുന്നുണ്ട്. ഓവറായിട്ട് ഇഴുകി ചേർന്ന് അഭിനയിക്കാൻ ഡയറക്ടർ പറഞ്ഞാൽ ആ ക്യാരക്ടർ അത് ചെയ്യും. ഇനിയിപ്പോൾ സിനിമയ്ക്കകത്ത് അങ്ങനെ വരുമെന്ന് എനിക്കറിയത്തില്ല. ഒരു ഐറ്റം ഡാൻസ് കളിക്കരുതാണ് സുധി എന്ന് പറഞ്ഞാൽ എനിക്ക് കംഫോർട്ടബിളാണ്, ഞാൻ ചെയ്യും. പക്ഷെ എന്നെ ആരും പറയത്തില്ലായിരിക്കും. ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, മനസ്സിലായോ? ഐറ്റം ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ എനിക്കിഷ്ടം, എനിക്ക് കംഫോർട്ടബിളാണ്, ഞാൻ ചെയ്തിരിക്കും. അതെൻ്റെ അഭിനയമായിട്ട് കാണുന്ന ഒരാളാണ്. ആൽബമായിട്ട് കാണുന്ന ഒരാളാണ്. ജീവിതം അഭിനയം അങ്ങനെ കാണുന്ന ആളാണ്. ഇഴുകി ചേർന്ന് അഭിനയിക്ക് രേണു ചേച്ചിയും ദാസേട്ടനും ഇഴുകി ചേർന്ന് അഭിനയിക്കാൻ ആ ഡയറക്ടർ പറഞ്ഞെങ്കിൽ അത് ചെയ്തേ പറ്റത്തുള്ളൂ. ക്യാമറയ്ക്ക് മുന്നിലല്ലേ, പുറകിലല്ലല്ലോ. ഇപ്പം ബിഗ് ബോസിന് ശേഷം ഇപ്പം ഇത്രയും നാളായി, എന്നിട്ട് പോലും ഇപ്പോൾ വരുന്നൊരു സംഭവം, ഒരു ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുവും അനുമോളും തമ്മിൽ പിണക്കമാണ്. അവർ തമ്മിൽ മിണ്ടാറില്ല. അനുവാണെങ്കിൽ പോലും പറയുന്നുണ്ട് അവർക്ക് നേരിട്ടുള്ള കാര്യം പറഞ്ഞാൽ പോരെ എന്നുള്ള രീതിയിൽ അവരവരുടെ പാട്ടിന് വിട്ടേക്ക്. അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഞാനും അനുമോളും തമ്മിൽ യാതൊരു പ്രശ്നമില്ല. ആകെയുള്ള അനുമോൾ അതിൻ്റെ അകത്ത് ബിഗ് ബോസിൽ വെച്ചിട്ട് എൻ്റെ ഹെയറിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതല്ലാതെ അവരുമായിട്ടോ ആരുമായിട്ടോ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പ്രത്യേകിച്ച് അനുമോളുമായിട്ട് ഒരു പ്രശ്നമില്ല. കാരണം സുധിച്ചേട്ടൻ്റെ സഹപ്രവർത്തകയാണ്. സോ എനിക്ക് അനുമോളുമായിട്ട് യാതൊരു പ്രശ്നം, ഞാൻ ആരുമായിട്ടും കൂടുതൽ കോൺടാക്റ്റ് വെക്കാത്ത ഒരാളാണ് ഫോണിൽ കൂടെ. ഇപ്പം അനുമോളെ ഞങ്ങളുടെ ഓടിച്ചത് കിട്ടും. അതാണ് ഞാൻ. അതിൻ്റെ അകത്ത് അനുമോളുടെ വളർച്ചയിലുള്ള അസൂയ കൊണ്ടാണ് രേണുവിന് ഈ പ്രശ്നം. എന്തിനാണ് അനുമോളുടെ രീതിയിൽ വളരുന്നു, ഞാൻ എൻ്റെ രീതിയിൽ സൈഡിൽ കൂടെ പോകും, അത്രേ ഉള്ളൂ. ഇതുപോലെ ബിഗ് ബോസിനകത്ത് ചേച്ചിയുടെ തലയിൽ പേനുണ്ട്, കുളിക്കാറില്ല എന്നൊക്കെ പറഞ്ഞൊരു അനുമോൾ ഒരുപാട് പറഞ്ഞു. ഞാൻ ചൊറിഞ്ഞോണ്ട് തന്നെ എന്തായാലും പേനുണ്ടല്ലോ, ചൊറിഞ്ഞോണ്ട് ആയിക്കോട്ടെ. ഞാനൊരു കഴിഞ്ഞ ദിവസം ഒരു പരസ്യം ആഡ് ചെയ്തായിരുന്നല്ലോ, ആഡ് ചെയ്തു. കാരണം എനിക്കത് ധൈര്യമുണ്ട് ആഡ് ചെയ്യാൻ. ഇങ്ങനെ ചൊറിഞ്ഞോണ്ടുള്ള ആഡ് ഞാൻ ചെയ്തല്ലോ, പേൻ്റെ മരുന്നിൻ്റെ ആഡ് ചെയ്തല്ലോ. അതിന് ആരാണ് ധൈര്യപ്പെട്ട് വരുന്നത്? ഞാൻ ചെയ്തല്ലോ. അനുമോൾ അത് ഇവിടെ ഗെയിം ചെയ്തു, അനുമോളുടെ ഗെയിം അനുമോൾ ചെയ്തു, ഞാൻ എൻ്റെ ഗെയിം ചെയ്തു, അത്രയും. അതുപോലെ തന്നെ ഇപ്പം ഇതിനു മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് UK-ലാണ് കാമുകനുണ്ടായിരുന്നത്. സോഷ്യൽ മീഡിയയിൽ രാജ്യം ഞാൻ പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ വരുന്നൊരു കമൻ്റ് എന്ന് പറഞ്ഞാൽ UK-കാരൻ പോയി
പുതിയ പട്ടാളക്കാരൻ വന്നു. പറഞ്ഞപ്പോളാ പട്ടാളക്കാരൻ. ഓക്കെ. അതിൻ്റെ ഒരു ഫോട്ടോയും വീഡിയോസൊക്കെ കുറച്ച് ഇപ്പോൾ ഒരു ഫോട്ടോ ചേച്ചിയുടെ കൂടെ സെൽഫി എടുത്തിട്ടുള്ളൊരു ഫോട്ടോ ഞാൻ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആരുടെ കൂടെ എൻ്റെ ബ്രദറാണേലും അല്ലെങ്കിൽ ഒരു ഡയറക്ടറാണെങ്കിലും കൂടെ അഭിനയിക്കുന്ന ആരുടെ കൂടെ സെൽഫി എടുത്താലും ഈ ഡാനി സത്യൻ, അതുൽ, ഇവരെ പോലെ കുറച്ച് വ്ളോഗേഴ്സ് ഉണ്ട് എനിക്ക് നെഗറ്റീവ് എടുക്കുന്നത്. ഇവന്മാർ അത് സ്ക്രീൻഷോട്ട് എടുത്ത് എന്തിനാണ് ഈ തമ്പലിനോ അങ്ങനല്ലേ പറയുന്നത്, അത് കൊടുക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. കാമുകൻ അപ്പോൾ ഫോട്ടോ നോക്കുമ്പോൾ അവർ വേറെ ആൾക്കാരാണ്. ഇവർക്ക് വേറെ ഒന്നും AI വെച്ച് ഏതായാലും ഒരു ഫോട്ടോ എടുക്കാമല്ലോ, മെയിൻ സ്ട്രീം കൊണ്ട് കാണിച്ച പോലെ അങ്ങനെ ഒരു AI വെച്ചൊരു ഫോട്ടോ വെക്കാമല്ലോ. ഇവർക്ക് ഈ വെല്ലോറെ ഫോട്ടോ എന്തിനാണ് എൻ്റെ കാമുകനാന്ന് പറഞ്ഞ് കൊടുക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ചേച്ചിയും ശാന്തി വിളിച്ചതിനു തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ആ പുള്ളി അറിയത്ത് പോലില്ല നേരെ ചേച്ചി. പക്ഷേ പുള്ളി ഈ ലാസ്റ്റ് ഇട്ടൊരു പോസ്റ്റിനകത്ത് പറയുന്നുണ്ട്, കൂടുതൽ വെല്ലുവിളിയായി വരണ്ട, നീ അഴിഞ്ഞാടുന്നൊരു വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ പുറത്ത് വിടും. പുറത്ത് വിടട്ടെ, ഞാൻ അന്നേ പറഞ്ഞല്ലോ പുറത്ത് വിടട്ടെ, ശാന്തി വിള അപ്പൊക്കെ പുറത്ത് വിടട്ടെ, എനിക്ക് എന്താണ് അഴിഞ്ഞാടുന്നെങ്കിൽ അവർ പുറത്ത് വിടട്ടെ. പുള്ളി അങ്ങനെ പറയാനായിട്ട് എന്തെങ്കിലും കാരണമുണ്ടോ, ഇല്ലെങ്കിൽ ചേച്ചിയായിട്ട് എന്തെങ്കിലും മുൻ പരിചയമോ? എനിക്ക് അയാളുമായിട്ട് ഒരു പരിചയമില്ല. പുള്ളിക്ക് 19 വയസ്സുണ്ട്, എനിക്ക് 34 വയസ്സുണ്ട്. ഈ അന്തരം വെച്ചിട്ട് എനിക്ക് അയാളെ കണ്ടിട്ട് ജീവിതത്തിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. അയാൾ ആരാന്ന് ഈയിടെയല്ല ഞാൻ അറിയുന്നത്, അങ്ങനെ ഒരാളുണ്ടെന്ന് എനിക്കറിയില്ല. കുറേ കമൻറ്റ്സ് അതിനകത്തുണ്ട്, കുറേ പേരുടെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ആളാണെന്ന് അതെനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ എൻ്റെ കുറ്റം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് റീച്ച് ആകുമെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും എനിക്ക് അയാളെ അയാൾ നടക്കുന്ന എന്ത് ഫോട്ടോ എനിക്കറിയില്ല. ചിലപ്പോൾ ഏത് വീഡിയോ എന്നറിയോ, പാപ്പിലോണി വെച്ചിട്ട് ഏഴുമല പൂഞ്ചോലയ്ക്ക് ഞാൻ ഡാൻസ് ഇട്ടിട്ട് മറ്റേ കള്ളുകുപ്പിയൊക്കെ വെച്ചിട്ടൊരു ആഡ് കൊടുത്തായിരുന്നു പാപ്പിലോൺ ബാർ റെസ്റ്റോറൻറ്റിന്. ഇനി അതായിരിക്കും അയാൾ പറയുന്നത്, അല്ലെങ്കിൽ പിന്നെ വല്ല ഡാൻസ് കളിച്ചതായിരിക്കും. എന്തുമായിട്ടെ എനിത്തിങ്, ഞാൻ അതിനെപ്പറ്റി ബോധവടല്ല, എന്തെങ്കിലും കാണിക്കട്ടെ. അല്ല സുച്ചേട്ടനുമായിട്ട് വഴക്ക് പിടിക്കുമ്പോഴും ഭാര്യയും ഭർത്താവല്ലേ വഴക്ക് പിടിക്കുമ്പോഴും എന്നെ തപ്പി നടന്നിട്ടുണ്ട്. ഞാൻ കണ്ടിൻ്റെ അടിക്കാണ്, അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ചേച്ചി അതുപോലെ തന്നെ ഇപ്പോൾ സുചേട്ടൻ മരിച്ചിട്ട് ഇത്ര നാളായി. ചേച്ചി ആ സുചേട്ടനുമായിട്ടുണ്ടായിരുന്ന ഏറ്റവും നല്ലൊരു മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ? സുചേട്ടനുമായിട്ട് എല്ലാം നല്ല മൊമെൻറ്റ്സ് ആണ്. കാരണം ചേട്ടൻ ഭയങ്കര എന്നാലും പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു മൊമെൻറ്റ് എന്തായിരിക്കും? പ്രാവശ്യം ട്രെയിനിലായിരുന്നു ഏട്ടൻ ഷൂട്ടിന് പോയിട്ട് തിരിച്ചു വന്നത്. അതായത് കൊല്ലത്ത് ഇത്ര ടൈമിൽ, അതായത് ഞാനും കിച്ചുവും കൊല്ലത്തെ വീട്ടിലായിരുന്നു. അപ്പോൾ ചേട്ടൻ 11 മണിയുടെ ട്രെയിൻ വരുമെന്ന് പറഞ്ഞിട്ട് ഞാനും കിച്ചു ഒരു 10 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ കൊല്ലത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുക. ഞാൻ കിച്ചു വന്ന ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏജ്. ഞങ്ങളിവിടെ നോക്കി ട്രെയിൻ വന്നിട്ടും ആളെ കാണുന്നില്ല. അതായത് ട്രെയിനൊക്കെ ആ സമയം കഴിഞ്ഞു, കുറേ ട്രെയിൻ ഇങ്ങനെ മാറ്റും, അവിടെ ഓരോ ട്രാക്കിൽ ഇട്ടേക്കുക. ഞങ്ങൾ കിടന്ന് ടെൻഷൻ, 12 മണിയായിട്ടും ആളില്ല. പിന്നെ ഞാനും കിച്ചും കൂടെ കരഞ്ഞ് നിലവിളിച്ച്, ഞാൻ ഭയങ്കര സൂചന കാണുന്നു, വിളിച്ചിട്ട് എടുക്കുന്നില്ല, ഫോൺ ഓഫ്. ഞാനും കിച്ചും കൂടെ നടന്നിട്ട് ഒരു പോലീസുകാരനോട് പറഞ്ഞു, അയാൾ അങ്ങേറ്റത്തെ ട്രെയിനായിരുന്നു, അതവിടെ കിടക്കുക. ആ ടോർച്ച് അടിച്ച് ട്രെയിനിൻ്റെ ലൈറ്റെല്ലാം ഓഫാണ്. ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ ഒരാൾ ഒരു ഷൂ കണ്ട് ഉറങ്ങിപ്പോയി. നോക്കിയപ്പോൾ സൂചിച്ചാണ്. പിന്നെ ഞങ്ങൾ വിളിച്ചുകൊണ്ട് വന്നു, ഉറങ്ങിപ്പോയി ആൾ. അത് ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭവം. ഓക്കെ ചേച്ചി.